പശ്ചിമേഷ്യയിൽ സമാധാനം അകലെ തന്നെ ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വീണ്ടും വരികയാണ്. ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ഇറാനിലെ പാലങ്ങളും പവർ പ്ലാന്റുകളും പൂർണ്ണമായും തകർക്കുമെന്നാണ് ഭീഷണി. ട്രംപിന്റെ വാക്കുകളിലേക്ക്. We have a plan because of the power of our military where every bridge in Iran will be decimated by 12 o'clock tomorrow night, where every power plant in Iran will be out of business, burning, exploding, and never to be used again. I mean, complete demolition by 12 o'clock. And it'll happen over a period of 4 hours if we wanted to. We don't want that to happen. We may even get involved with helping them rebuild their nation. And you know what? If that's the case, the last thing we want to do is start with power plants, which are among the most expensive thing, and bridges. അതേസമയം ട്രംപിന്റേത് ഭ്രമം നിറഞ്ഞ വാക്കുകളാണെന്ന് ഇറാൻ സൈന്യം പരിഹസിച്ചു. മേഖലയിൽ യുഎസിനുണ്ടായ അപമാനം ട്രംപിന് എന്തു ചെയ്താലും മറയ്ക്കാനാവില്ലെന്നും അവർ പ്രസ്താവന ഇറക്കി. ഹോർമിസ് തുറക്കുന്ന വിഷയത്തിൽ UN ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇന്നിപ്പോൾ അമേരിക്കൻ സമയമാണ് അല്ലേ? ഇന്ന് രാത്രി 8 മണി എന്ന് പറയുന്നത്, ബുധൻ രാത്രി 8 മണി എന്ന് പറയുന്നത്, അത് ഇന്ത്യൻ സമയമായി കണക്കാക്കുമ്പോൾ വ്യത്യാസം വരും. പക്ഷേ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരിക്കണം. പതിവ് പോലെ ട്രംപിൻ്റെ വാചകമടി മാത്രമാണോ അതോ ഈ പറഞ്ഞതുപോലെ സംഭവിക്കുമോ എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് ഇനി നമുക്ക് മുന്നിൽ വരാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും ട്രംപ് പറഞ്ഞിട്ടുള്ള സമയപരിധി, അത് ഈസ്റ്റേൺ ടൈം വെച്ചിട്ട് ഇന്ന് രാത്രി 8 മണിയാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ടൈം വെച്ച് നോക്കിയാൽ നാളെ പുലർച്ചെ 5:30 ഈ സമയപരിധി അവസാനിക്കുന്നത്. ഇറാന് ഇനിയൊരു എക്സ്റ്റൻഷൻ നൽകില്ല, ഈ സമയപരിധി തന്നെ കണക്കാക്കി ഇറാന് നേരെ ആക്രമണം കടുപ്പിക്കും എന്ന് തന്നെ ട്രംപ് ഉറച്ച ഭാഷയിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയത്, ഇറാൻ ഈ ചർച്ചകളുടെ ഭാഗമായി ഞങ്ങളോട് ചോദിച്ചത് 7 ദിവസമാണ്. എന്നാൽ തൻ്റെ വിശാല മനസ്കത കൊണ്ട് താനത് 10 ദിവസമാക്കി നീട്ടി നൽകി, പിന്നീട് അത് 11 ദിവസമാക്കി. എന്നാലും ഒരു ചർച്ചയിലൂടെ ഒരു ധാരണയിലെത്താൻ ഇറാന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ന് രാത്രി 8 മണിക്കകം അവരൊരു കരാറിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ തങ്ങൾ അവരെ വളരെ ശക്തമായി ആക്രമിക്കും. അതും വെറും 4 മണിക്കൂർ കൊണ്ട് രാത്രി 12 മണിക്കൂറിൽ ഇറാനുള്ളിലെ എല്ലാ പാലങ്ങളും നശിപ്പിക്കും. അതിനുശേഷം പവർ പ്ലാന്റുകളെ ലക്ഷ്യമിടും എന്നുള്ള ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. അതും അതിനുശേഷം ഈ ആക്രമിച്ച് എല്ലാം തകർത്തതിന് ശേഷം ഇറാനെ റീബിൽഡ് ചെയ്യാൻ ഞങ്ങൾ പുതിയ ഭരണകൂടത്തിനോടൊപ്പം നിന്ന് ഇറാനെ പിന്തുണയ്ക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ ഭീഷണികൾക്കിടെ UN ബഹ്റൈൻ മുന്നോട്ട് വെച്ച പ്രമേയത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 8:30 വോട്ടെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ വോട്ടെടുപ്പ് ട്രംപിന്റെ ഈ ഭീഷണിക്ക് മുൻപ് ആണ് എന്നുള്ളതും നിർണായകമാണ്. അപ്പോൾ ഈ വോട്ടെടുപ്പിലൂടെ എന്തെങ്കിലും സമവായം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ട്രംപിന്റെ ആക്രമണം നടന്നേക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലുള്ളത്. തീർച്ചയായും അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്.